മമ്മിയുടെ വലിയൊരു ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനൊരു പോക്ക് ആദ്യമായിട്ടാണ് എറണാകുളത്ത് പോയെന്ന് പറയാം. എറണാകുളത്ത് ജനിച്ച് വളർന്നിട്ട് എങ്ങനെ ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെനു വിവേക്. ആദ്യം കണ്ടതുപോലെ മമ്മിയുടെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോയത്. എല്ലാ ക്രിസ്മസിനും പറയുമായിരുന്നു ബ്രോഡ്വേയിൽ പോകണം. എനിക്ക് അവിടെ ഒന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും അവിടേക്ക് ഒന്ന് നടന്ന് കാണണമെന്നുണ്ട്. എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം മമ്മിക്ക് ലീവായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ നേരത്തെ ആണെങ്കിൽ എനിക്കും അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയായിരുന്നു അവരുടെ ഫേസ് കാണാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തിനാണ് പോണത്? എന്തിനാണ് പോണേന്ന് അവൻ കണ്ടിട്ടില്ല. ബ്രോഡ്വേ കാണിക്കുക, തിരിച്ചു കൊണ്ടുവരിക, പിന്നല്ലാണ്ട് ഒന്നും അങ്ങനെയൊക്കെ വയസ്സില്ല. ഐ ആം ഹോപ്പ്ലെസ് ഹെൽപ്ലെസ്. കുറച്ച് നടക്കാനായിട്ടുള്ളൂ. ഇവിടുന്ന് ശരിക്കും കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ മമ്മി അങ്ങനെ ബ്രോഡ്വേയിലൊന്നും പോയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ. ബസ് ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇതുപോലെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒത്തിരി പേരായിരുന്നു. ഇവരിങ്ങനെ വീട് തിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു വിഷമം തോന്നിയിട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാവരും കാണുമ്പോൾ തോന്നാറില്ല, പക്ഷേ ചില സമയത്ത് പെട്ടെന്നൊരു ഇത് വരും കേട്ടോ. അവരിങ്ങനെ നിൽക്കാണല്ലോ, ഈ വെയിൽ നിൽക്കുന്നതും അങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. നമ്മൾ രാവിലെ എത്തിയതായിരുന്നു, പിന്നെ തിരിച്ച് വന്നപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന നേരത്ത് അവർ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ കുറേ പേര് വാങ്ങുന്നുണ്ട്. ശരിക്കും നല്ല രസമുള്ള പുൽക്കൂടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കാണെങ്കിൽ അത് വാങ്ങിയിട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഞാൻ തന്നെ പുൽക്കൂട് ഉണ്ടാക്കി സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ഒത്തിരി പൈസ ചിലവാക്കിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ശരിക്കും ഈ ഒരു വർഷമാണ് നമ്മൾ കുറച്ചെങ്കിലും പൈസ കൊടുത്ത് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതും ഒത്തിരി സാധനങ്ങളൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല രാവിലെ എത്തിയതായിരുന്നു. ആ സമയത്ത് ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വന്നുള്ളൂ. റൗണ്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ആ ഒരു വഴി തന്നെ തിരിച്ചിങ്ങനെ പോകുന്നപ്പോഴേക്കും ഭയങ്കര തിരക്കായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യ, ശ്വാസം മുട്ടുന്നു. ശരിക്കും ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ വരെ നമ്മൾ മാറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വെറുതെ പറഞ്ഞതല്ല, ഇവിടെ വന്നവർക്കത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും മമ്മീനെ ഇവിടേക്ക് ഒന്ന് നടത്തി കാണിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ആദ്യം തന്നെ നമ്മളവിടെ കംപ്ലീറ്റ് ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. പിന്നെ നമുക്ക് വേണം എന്നുള്ളത്, നമുക്ക് വാങ്ങണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഇങ്ങനെ എല്ലായിടത്തും ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഒന്നുകൂടി റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എവിടെയാണ് കുറച്ച് റേറ്റ് കുറഞ്ഞ രീതിയിലുണ്ടാവുക അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്കൊക്കെ വേണമെന്ന് തോന്നും, പക്ഷേ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഞാനും ഡാഡിയും കൂടി പുറത്ത് പോയിട്ടൊരു ഏകദേശം ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഷേപ്പിൽ തോന്നുന്ന മരത്തിൻ്റെ കമ്പ് വെട്ടിയെടുക്കും. എന്നിട്ട് ക്രിസ്മസ് ട്രീ ഇടാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാറൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ ട്രീ സെറ്റ് ചെയ്യാറാണ്. പിന്നെ മമ്മി എപ്പോഴും പറയും കേട്ടോ, ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് ഒരു ക്രിസ്മസ് ട്രീ വേണം. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ട്രീ ഉണ്ടെങ്കിൽ എല്ലാ കൊല്ലം വെക്കാനായിട്ട് പറ്റും. ലൈറ്റ് മാത്രം ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു ട്രീ വാങ്ങണമെന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ റേറ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കടയിലും പോയപ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ റേറ്റാണ് ചോദിച്ചത്. ഒരു സ്ഥലത്ത് 2 മീറ്റർ വരുന്നതിന് 20 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചു. പിന്നെ ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ആ ഒരു മാറ്റായിരുന്നു. അതും മമ്മിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അംഗനവാടിയിൽ കുട്ടികൾ ആ ഒരു ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മാറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നമ്മൾ വാങ്ങി. പിന്നെ
ശരിക്കും പറഞ്ഞാൽ ഉച്ച വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു, ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വാങ്ങി തുടങ്ങിയത്. ഇവിടെ ഞാൻ കുഞ്ഞിനും കുഞ്ഞുമോൾക്കും ആ ഒരു ഗ്ലാസ് നോക്കിയിട്ടോ, ക്രിസ്മസിൻ്റെ കണ്ണട ഉണ്ടല്ലോ അത് നോക്കി. പക്ഷേ മമ്മി വേണ്ടാന്ന് പറഞ്ഞു, അതും ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഒരു പാക്കറ്റ് പഞ്ഞി വാങ്ങിയിട്ടുണ്ടായി, അതും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല തിരക്കായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നമ്മൾ പോയി ഇങ്ങനെ ഒന്ന് തിരിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു. എങ്ങനെ അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് ആ ഒരു സെറ്റ് നോക്കുന്നതിൻ്റെ കൂടെ ഞാൻ ആ ട്രീയുടെ റേറ്റ് കൂടി ചോദിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു 1100 രൂപയ്ക്ക് സംഭവം കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രീ വാങ്ങാം, എന്നുവെച്ചാൽ കുറേ നാളായി പറയുന്നുണ്ട്. പിന്നെ അതാവുമ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടു ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. എല്ലായിടത്തും ചെന്നിട്ട് ആ ഗ്രീൻ കളറിലെ മാല എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ട്രീ ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിന്ന് വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാർ വേണമെന്നും പറഞ്ഞായിരുന്നു. അവിടെ ഒത്തിരി സ്റ്റാർ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതും വാങ്ങിയിട്ടില്ലായിരുന്നു. അതും എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ലൈറ്റ് ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആ സ്റ്റാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് 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 ചറകൊക്കെ ഉള്ള പോലെ. ഭയങ്കര ലൈറ്റ് നോക്ക്. ഇവിടെ അല്ല മോനെ, അങ്ങറ്റത്ത് ഞാൻ പറഞ്ഞ ഷോപ്പ് അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ സിൽവർ കളറിലുള്ളൊരു സ്റ്റാർ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ വാങ്ങിയിട്ടില്ല, പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റിയാലും ഞാനത് ക്രാഫ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. പറയുന്നത് റീത്ത് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിയത്. അപ്പോൾ 1100 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ആണെങ്കിൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കി. ഈ ചെറീസ് അങ്ങനെ വാങ്ങിയതാണ്, ഒന്നിന് 2 രൂപ. പിന്നെ കുറച്ച് ചെറീസ് ഒന്നിച്ച് നിൽക്കുന്നതുണ്ടായിരുന്നു, അതിന് ഒന്നിന് 15 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ 20 എണ്ണം എടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ട് 10 എണ്ണം ആക്കി. അത് 20 എണ്ണ 4 മതിയില്ലേ? 2 രൂപ. ഫ്ലവർ ഒന്നും ഉണ്ട്, ലൈറ്റ് എത്തുന്ന ബോളൊന്നും ഉണ്ട് ഇറക്കും. ഒരു മണ്ണീര് കട ഈ സെറ്റ് വേണോ? ഈ സെറ്റ് വേണോ? അടുത്ത സെറ്റ് സെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ ഹോട്ടലും ഫില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇരിക്കാനായിട്ടൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടേ ഞങ്ങൾക്ക് 2 പേർക്കും ചിക്കൻ ബിരിയാണി പറഞ്ഞു. മമ്മി ചോറാണ് കഴിച്ചത്. ഈ ടൈമിലൊക്കെ ഒത്തിരി പേരിങ്ങനെ പുറത്ത് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. നമ്മൾ എണീറ്റിട്ട് വേണം അവർക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ച് മാറേണ്ടി വന്നു. പിന്നെ ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ചാനൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലും A4 ഷീറ്റിൽ തന്നെയാണ് എൻ്റെ ഡ്രോയിങ്സൊക്കെ ചെയ്യാറ്.
അതുപോലെ ആണെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഒരു റോള് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം അടുത്തായിട്ടുണ്ട് ഞാൻ ആ ഒരു റോള് വാങ്ങിയിട്ട്. ഇപ്പോഴും തീർന്നിട്ടില്ല. അതിൽ നിന്ന് ചെറിയ ചെറിയ പീസൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിലാണ് പെയിൻറ്റ് ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അതെനിക്ക് മമ്മി വാങ്ങി തന്നതാണ്. അപ്പോൾ അതും കുറേ നാൾ ആഗ്രഹിച്ചിട്ട് എനിക്ക് അന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്ക് പുതിയതായിട്ടൊരു ഷീറ്റ് കിട്ടി, ക്യാൻവാസ് ഷീറ്റ് കിട്ടി. അതുപോലെ ഞാൻ എയർ ഡ്രൈ ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു ക്ലേ വാങ്ങിയിട്ട് അത് വെച്ചിട്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് ഇതുവരെ വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് വാട്ടർ കളർ പെൻസും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ജൂട്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പൈസസിൻ്റെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനും കുഞ്ഞുമോൾക്കൊക്കെ ഡ്രസ്സ് നോക്കിയിട്ടോ. പിന്നെ ഒരു ചായയും കുടിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. എന്തായാലും രാവിലെ 9 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മൾ തിരിച്ച് വന്നപ്പോൾ 7 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ആഗ്രഹം സാധിച്ചു. ഞാൻ അവിടെയൊക്കെ ചുറ്റി കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്, മമ്മിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.